ഒന്ന് വളരെ കാര്യസാധ്യത്തിന് വേണ്ടി, പിന്നെയുള്ളത് ഭയം കൊണ്ടുള്ള ഭക്തി, മൂന്നാമതൊരു ഭക്തിയുണ്ട്, അതായത് സമയം കൊല്ലാനുള്ള ഭക്തി. ഇന്ന് 3 തരത്തിലും കാണുന്നുണ്ട്. ആദ്യത്തെ കാര്യസാധ്യത്തിനുള്ള ഭക്തിക്കാണ് നമ്മൾ കൂടുതലായിട്ട് വഴിപാടുകൾ നമ്മൾ ചെയ്യുക. കാരണം കൈക്കൂലി കൊടുത്താൽ എന്ത് കാര്യവും നടക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഈശ്വരനെ വിചാരിക്കും, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഈശ്വരനെ വിചാരിക്കും. അത് ആരെ കണ്ടാൽ നടക്കും? നമ്മളൊരു അസുഖം വരുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുക? ഏത് ഡോക്ടറാണ് ബെസ്റ്റ്? ഗുരുവായൂരെ ഡോക്ടറാണോ ബെസ്റ്റ്? ശബരിമലയിൽ ഡോക്ടറാണോ ബെസ്റ്റ്? ചോറ്റാനിക്കൽ ഡോക്ടറാണോ ബെസ്റ്റ് എന്ന് നമ്മൾ അന്വേഷിക്കുകയാണ്. എവിടെയാണ് കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റ് കിട്ടുക? ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും നമ്മൾ ആദ്യം പോവുക. കാരണം അവിടെ ഇന്ന വഴിപാട് കഴിച്ചാൽ പറ്റും, അതിന് ഇത്ര ചിലവായാൽ കുഴപ്പമില്ല. കാരണം നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കണം, നമുക്ക് റിസൾട്ട് കിട്ടണം. ഇതിനു വേണ്ടി വിചാരിക്കുന്ന ഒരു വിഭാഗം ഭയങ്കരമായിട്ടുണ്ട്. ഇവർ തീർച്ചയായിട്ടും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ്. കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കുകയൊന്നുമില്ല. കാര്യം നമ്മളവിടെ വഴിപാട് കഴിച്ച് ഇങ്ങനെ പോരുന്ന വഴിക്ക് എന്താ പറയുക, ആ ഉത്സവം വരണ്ട്, ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശ്രദ്ധിക്കാതെ വിടുന്ന് പോരും. കാരണം വേറൊന്നുമല്ല, എൻ്റെ കാര്യത്തിനുള്ള പൈസ ഞാൻ കൊടുത്തു, ഞാൻ ആ കാശ് കൊടുത്ത് ഞാൻ കാര്യം കഴിച്ചിട്ടുണ്ട്. ഇവർക്ക് കാര്യസാധ്യം മാത്രമേ മുഖ്യമുള്ളൂ. കാരണം അതിനപ്പുറേക്കുള്ള ഒരു കാര്യം അവിടെ ഇല്ല. ഇത് ഈശ്വരൻ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉത്തരവൊന്നും പറയാനില്ല. ഈശ്വരൻ എന്തായാലും കൈക്കൂലി വാങ്ങാൻ വേണ്ടി കച്ചവടത്തിന് ഇരിക്കുകയാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല. ഈ ഭയം എന്നുള്ള വികാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തും പേടിയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ പ്രശ്നമാണോ, ഇങ്ങനെ ചെയ്താൽ പ്രശ്നമാണോ, എനിക്ക് അങ്ങനെ വന്നത് ഇന്ന കാരണം കൊണ്ടാണോ, ഇങ്ങനെ വന്നത് ഇന്ന കാരണം കൊണ്ടാണോ, എനിക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളും ദൂഷ്യങ്ങളും എല്ലാം എൻ്റെ സമയദോഷത്തിൻ്റെ പ്രശ്നങ്ങളാണ്, ഈശ്വരൻ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ്, എൻ്റെ വിധിയാണ്, എൻ്റെ യോഗമാണെന്ന് വിചാരിക്കുന്ന ഒരു ഭയം. ഒരു വലിയ വിഭാഗമുണ്ടത്. എന്തിലും ഭയമാണ്. ഇന്ന് രാവിലെ പാല് വന്നില്ല എങ്കിൽ അയ്യോ എന്തോ ദോഷം പറ്റി എന്ന് വരെ വിചാരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതും എന്തോ ദോഷം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് വിചാരിക്കുന്നവരാണ്. അപ്പോൾ എന്ത് സംഭവിച്ചാലും, ഒരു മഴ പെയ്താലും ദോഷം, വെയിൽ വന്നാലും ദോഷം, എന്ത് സംഭവിച്ചാലും ദോഷം, എന്ത് സംഭവിച്ചില്ലെങ്കിലും ദോഷം. ഇത്തരത്തിൽ ചിന്തിക്കുന്നൊരു വിഭാഗം എന്തിനേയും ഭയത്തോടെ കാണുക. ഇവർ ദിവസവും പോയി പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണെങ്കിൽ ആ ദോഷം മാറണം, എനിക്ക് ഈ ദോഷം മാറണം, ഇങ്ങനെ എന്നും പോയി ആ പ്രശ്നം മാറണം, ഈ പ്രശ്നം മാറണം. സത്യത്തിൽ ഇവരൊരിക്കലും നല്ലത് കാണുന്നേയില്ല.